മൗഗ്ലി ചിലതെല്ലാം ആലോചിച്ചു കഴിഞ്ഞിരുന്നു. കുരങ്ങനെ കണ്ടത് ആ മരച്ചുവട്ടിലല്ലേ? അതെ, ഞാനും ആ മരത്തിൽ കയറി ഇരുന്നപ്പോഴാണ് താഴെ വീണത്. വിഷം പഴത്തിലല്ല, ആ മരത്തിലാണ് എന്നർത്ഥം. ഏ, എൻ്റെ തോന്നൽ മാത്രമാണ്. പക്ഷേ അതൊന്ന് പരീക്ഷിക്കണം. പരീക്ഷിക്കാനോ? അതെ, ഞാൻ ആ മരത്തിൽ ഒന്നുകൂടി കയറാൻ പോകുന്നു. അയ്യോ, പേടിക്കണ്ട, ആ മരുന്ന് അടുത്തുണ്ടല്ലോ, നിങ്ങളുമുണ്ട്. ഞാൻ വീണാലും നിങ്ങൾ വേണ്ടത് ചെയ്യണം. സൂക്ഷിക്കണേ മൗഗ്ലി. ഈ കൊമ്പിൽ അങ്ങോട്ട് മാറിയാണ് ഞാൻ ഇരുന്നത്. എന്തോ പാട് കാണാമല്ലോ, മരക്കറയല്ല. ആ ഭാഗത്ത് കൈകൊണ്ട് തൊടാതെ സൂക്ഷിക്കണം. ഇത് വിഷമാണോ? മറ്റൊന്നുകൂടി മൗഗ്ലി കണ്ടു. തൂവൽ, ചുവന്ന തൂവൽ. ഇത് ആ പക്ഷികളുടേത് തന്നെ. അവർ ഈ കൊമ്പിൽ വന്നിരുന്നിട്ടുണ്ട്. എന്തു പറ്റി മൗഗ്ലി? എന്തെങ്കിലും കണ്ടെത്തിയോ? ആ ചുവന്ന പക്ഷികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരക്കൊമ്പിലെ വിഷത്തിന് പിന്നിൽ അവരായിരിക്കാം. ഇനി എന്തു ചെയ്യും? ആ കൊമ്പിൽ ആരും കയറാതെ നോക്കണം. ഞാൻ അവരെ തേടി പോകുന്നു. ചുവന്ന പക്ഷികൾ പോയ വഴിയിൽ. നിൽക്ക് മൗഗ്ലി, ആ പക്ഷികളുടെ വഴിയെ പോകാൻ എനിക്കല്ലേ എളുപ്പം. അത് ശരിയാണ് മൗഗ്ലി. ആദ്യം ഞാൻ പോയി നോക്കി വരാം. ആവശ്യമെങ്കിൽ മാത്രം മൗഗ്ലിയും വന്നാൽ മതിയല്ലോ. പക്ഷേ ചിൽ പറഞ്ഞത് ശരിയാണ് മൗഗ്ലി. പോയി വരാം. ഈ മരത്തിൽ വിഷം പുരണ്ട കാര്യം എല്ലാവരെയും അറിയിക്കണ്ടേ? അതോ വിഷം പുരണ്ട കൊമ്പ് മാറ്റുകയാണോ വേണ്ടത്? അതും ആലോചിക്കാം. ഒരാളിവിടെ നിൽക്കണം. ഞാൻ നിൽക്കാം. കഴിയുന്നത്ര പേരോട് ഞാൻ ഈ വിവരം പറയാം. ഞാനും. മൗഗ്ലിയാണോ? ആ, അതെ, ഞാനാണ് മൗഗ്ലി. ഹാവോ, കണ്ടത് നന്നായി. എന്നെ പറഞ്ഞയച്ചത് ചില്ലാണ്. ചിൽ? അതെ, ചിൽ വഴിക്ക് വെച്ച് വീണു. ബോധം മറയും മുമ്പ് എന്നോട് പേര് പറഞ്ഞു. മൗഗ്ലി എന്ന മനുഷ്യക്കുട്ടിയോട് വിവരം പറയണമെന്നും. എവിടെയാണ് ചിൽ വീണത്? ആ മലയുടെ അപ്പുറം ഒരു പാറയുടെ അരികിൽ. ഒരു സഹായം ചെയ്യാമോ? ചെയ്യാമല്ലോ. ഈ ഇലകൾ പിഴിഞ്ഞ് എത്രയും വേഗം ചില്ലിനെ കഴിപ്പിക്കണം. വേഗം. നിനക്ക് എന്നേക്കാൾ വേഗം അവിടെ എത്താനാകും. ഹോ, എന്തൊക്കെയാണിവിടെ സംഭവിക്കുന്നത്? ചിൽ എങ്ങനെ വീണു? അപ്പോൾ ആ വിഷം മരത്തിൽ മാത്രമല്ല. പക്ഷികളെ തേടിപ്പോകണോ? അതോ ചിൽ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്തണോ? മൗഗ്ലി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അതാ ആ പക്ഷി. ചിൽ ഉണർന്നോ? ഇല്ല, പക്ഷേ ജീവനുണ്ട്. എവിടെ? അതാ ആ പാറയുടെ അപ്പുറം. ചിൽ, മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു. കുറച്ചുകൂടി കൊടുക്കാം. ചിറകടി ശബ്ദം. ചില്ലിനും മൗഗ്ലിക്കും മീതെ കൂട്ടമായി ആ ചുവന്ന പക്ഷികൾ പറന്നു പോകുന്നുണ്ടായിരുന്നു.